വിചിത്രമായ പല നിയമങ്ങളും നിലനിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു അത്. അവയിൽ ഏറ്റവും കൗതുകകരമായൊരു നിയമം ഇങ്ങനെയായിരുന്നു: 100 വർഷത്തിലധികം പഴക്കമുള്ള മരങ്ങൾ രാജാവിന്റെ അനുമതിയില്ലാതെ മുറിക്കാൻ പാടില്ല. ആ നിയമം ഒരുപാട് വർഷങ്ങളായി ആരെയും ബുദ്ധിമുട്ടിച്ചിരുന്നില്ല. പക്ഷേ വിധവയായ 3 പെൺമക്കളുടെ അമ്മയായ ആസിയയുടെ ജീവിതത്തിൽ ആ നിയമം ഒരിക്കലും അവസാനിക്കാത്തൊരു പരീക്ഷണമായി മാറി. കാരണം ആസിയയുടെ പറമ്പിൽ 200 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വൻ മരമുണ്ടായിരുന്നു. ഗ്രാമവാസികൾ അതിനെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് മരമുത്തശ്ശി എന്നായിരുന്നു. ആസിയയുടെ അയൽവാസിയായ ഹസൻ ക്രൂര സ്വഭാവമുള്ള, എപ്പോഴും കലഹത്തിനൊരുങ്ങിയ ഒരാളായിരുന്നു. മരമുത്തശ്ശിയിൽ നിന്ന് വീഴുന്ന ഇലകളും ഉണക്കച്ചുള്ളികളും രാത്രികളിൽ ഹസന്റെ പറമ്പിലേക്ക് വീഴുമായിരുന്നു. അതിനാൽ ഹസൻ ഓരോ ദിവസവും രാവിലെ വെളുക്കുന്നതിനു മുൻപേ തന്നെ ആസിയയുടെ വീട്ടുവാതിൽക്കൽ വന്ന് വഴക്കിടുന്നത് പതിവായിരുന്നു. ഓരോ രാത്രിയും നേരം വെളുക്കരുതേ എന്ന ആസിയ പ്രാർത്ഥിച്ചു. ഒടുവിൽ സഹിക്കാനാവാതെ ഒരു ദിവസം ആസിയ ഹസനോട് പറഞ്ഞു, "ഈ മരം നിങ്ങൾ മുറിച്ചോളൂ. വിൽപ്പന നടത്തിയാൽ ചെലവെല്ലാം അതിൽ നിന്നെടുത്തോളൂ. ബാക്കി നിങ്ങളുടേത്. എനിക്കൊന്നും വേണ്ട. ഈ മരം ഞാൻ നിങ്ങൾക്ക് വെറുതെ തരാം." പക്ഷേ ഹസൻ ചിരിച്ചു പരിഹസിച്ചു. "രാജാവിനെക്കൊണ്ട് എന്നെ പിടിപ്പിക്കാനുള്ള തന്ത്രമല്ലേ ഇത്? നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ തന്നെ വെട്ടിക്കോ." ആസിയ രാജാവിനും ഹസനും നടുവിൽ ഒറ്റപ്പെട്ടുപോയി. ഒരു രാത്രി ഭയങ്കരമായൊരു പേമാരി വന്നു. ഇടിയും മിന്നലും കാറ്റും ഗ്രാമം മുഴുവൻ വിറപ്പിച്ചു. ഓരോ മിന്നലും ഹസന്റെ ആക്രോശം പോലെ ആസിയയ്ക്ക് തോന്നി. പെട്ടെന്ന് വലിയൊരു ശബ്ദത്തോടെ മരമുത്തശ്ശി നിലംപൊത്തി. ആസിയയും മക്കളും പേടിച്ച് നിലവിളിച്ചു. പക്ഷേ മഴയുടെ ശബ്ദത്തിൽ ആ നിലവിളി ആരും കേട്ടില്ല. കരഞ്ഞു തളർന്ന് മക്കൾ എപ്പോഴോ ഉറങ്ങിപ്പോയി. ആസിയയ്ക്ക് ഉറക്കം വന്നില്ല. അവരൊരു റാന്തൽ വിളക്ക് കത്തിച്ച് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും മഴ മാറിയിരുന്നു. ആ മരം ആരോ വെട്ടിയിറക്കിയ പോലെയാണ് വീണുകിടന്നത്. ആസിയയ്ക്കത് അത്ഭുതമായി തോന്നി. മരം വീണത് ആസിയയുടെ പറമ്പിനുള്ളിൽ മാത്രം. ആരുടെയും വീടിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവത്തിന് സ്തുതി. അങ്ങനെ നോക്കി വരുമ്പോഴാണ് മരത്തിന്റെ കൂറ്റൻ വേരുകൾക്കിടയിൽ എന്തോ കിടക്കുന്നതായി ആസിയ ശ്രദ്ധിച്ചത്. വെളിച്ചമടുപ്പിച്ചു നോക്കിയപ്പോൾ ഒരു തുണിക്കിഴി. അത് തുറന്നു നോക്കിയതും ആസിയ ഞെട്ടിപ്പോയി. രാജമുദ്രകൾ പതിച്ച 20 സ്വർണ്ണ നാണയങ്ങൾ. നേരം വെളുത്തപ്പോൾ ഹസനും ഭാര്യ സാറയും അതുവരെ കാണാത്ത സൗഹൃദഭാവത്തിൽ ആസിയയുടെ വീട്ടിലെത്തി. ഇന്നലെ വരെ ക്രൂരനായിരുന്ന ഹസൻ ഇന്ന് വിനീതനായി എല്ലാത്തിനും ക്ഷമ ചോദിച്ചു. അയാളുടെ ഭാര്യ പറഞ്ഞു, "ഈ മരം നീ ഹസൻകാക്ക് കൊടുത്തതല്ലേ? അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതിനെല്ലാം അവകാശം അദ്ദേഹത്തിനല്ലേ? നീ നീതി വിട്ട് കളിക്കില്ല എന്നറിയാം. എന്നാലും..." അവരൊരു വഷളൻ ചിരി ചിരിച്ചു. ആസിയ ശാന്തമായി മറുപടി പറഞ്ഞു, "ഇത് രാജമുദ്രയുള്ള നാണയങ്ങളാണ് സാറ. ഇത് വിനിമയം ചെയ്യാൻ പാടില്ല. കൊട്ടാരത്തിലേൽപ്പിക്കണം." ഹസൻ ചാടി എഴുന്നേറ്റു. "എന്തിനു കൊടുക്കണം? നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതല്ലേ. നീ അനുഭവിക്കും, നോക്കിക്കോ." അയാളും ഭാര്യയും ക്ഷോഭത്തോടെ ഇറങ്ങിപ്പോയി.